ലോകേഷ് അജീസ് രചനയും സംവിധാനവും നിർവഹിച്ച് ഇപ്പം ഡയറക്ട്ലി OTT സ്ട്രീം ചെയ്യുന്ന 11 ഈ ഒരു സിനിമ ഏകദേശം ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ദിവസമായിട്ട്. കാരണം സിനിമ എവിടെ നോക്കിയാലും നല്ല ഗംഭീര സിനിമ എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനും ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു സിനിമ എടുത്ത് കണ്ടത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. സോ പിന്നെ ഒരുപാട് ആളുകൾ രാക്ഷസിന് മുകളിൽ നിൽക്കുന്നതൊക്കെ ഈ സിനിമയെ പറ്റി വിലയിരുത്തി പറയുന്നുണ്ട്. സോ എന്തായാലും അതിലേക്കുള്ള ഒരു മറുപടിയൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പം 11 എന്ന സിനിമയെ പറ്റിയാണ്. സിനിമ കേന്ദ്ര കഥാപാത്രത്തിൽ നവീൻ ചന്ദ്ര, അഭിരാമി, ദിലീപൻ, അതുപോലെ ആടുകളെ നരൻ തുടങ്ങിയ ഒട്ടേറെ കഥാപാത്രങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. സോ സിനിമ പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയായിരിക്കും, ട്രെയിലറൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സിനിമ സംസാരിച്ചു പോകുന്ന വിഷയം എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെയൊക്കെ ക്രൂരമായി തീയിട്ട് കൊലപ്പെടുത്തുന്ന ഒരു കില്ലറെ തേടി നമ്മുടെ നായകനായ ഫ്രാൻസിസ്, അതായത് നമ്മുടെ നവീൻ ചന്ദ്ര അവതരിപ്പിക്കുന്ന ഫ്രാൻസിസ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു അന്വേഷണമാണ് സിനിമ പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ഇദ്ദേഹം അങ്ങനെയുള്ള ആളാന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ കാണിച്ചു വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു റൊമാൻറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇത് വരുന്നുണ്ട്, ഒരു ലവ് അഫെയർനെസ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് ഈ സിനിമ ചിന്തിക്കുവാണെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല. സിനിമ നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് വരികയാണ്. ശരിക്കും ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാഗ് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകന്റെ ഇൻട്രോ കാണിക്കുന്നുണ്ട്. നായകന്റെ ഇൻട്രോ കഴിഞ്ഞു കഴിഞ്ഞാൽ സീൻസുകൾ ഇങ്ങനെ കമ്പാരിറ്റീവ്ലി അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു ഫസ്റ്റ് ഹാഫ് വരെ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ കഥ വികസിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സ്റ്റോറി ടെല്ലിംഗ് ഒരു ഫ്ലാഷ് ബാക്ക് കഥയിലേക്കൊക്കെ പോകും. അതായത് നമ്മുടെ സീരിയൽ കില്ലറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയൊക്കെ സിനിമയ്ക്കുള്ളിൽ വരും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആവും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് അങ്ങോട്ട് എടുത്തിടും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയി വരുമ്പോൾ അടുത്ത ട്വിസ്റ്റ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയി മുന്നോട്ട് വരുമ്പോൾ സിനിമ വീണ്ടും താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. ഞാനിത് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഓരോ സീക്വൻസ് മാറുന്നതനുസരിച്ചും ഞാൻ വളരെ എക്സ്പീരിയൻസ് ചെയ്താണ് ഇത് കണ്ടത്. നമ്മുടെ ഇയർഫോൺ ഞാൻ മസ്റ്റ് യൂസ് ചെയ്ത് കണ്ടത് സാധനമാണ്. നമ്മൾ ഇയർഫോൺ യൂസ് ചെയ്ത് കാണേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ത്രില്ലർ സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിന്റെ സൗണ്ട് ക്വാളിറ്റി എന്നുള്ളത്. ഇതിനകത്ത് സൗണ്ട് കൈകാര്യം ചെയ്തപ്പോൾ ഡി ഇമാനാണ്. അദ്ദേഹത്തിന്റെ സൗണ്ടിനെ പറ്റി നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, കാരണം വെച്ച് കത്തിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് അത് പല രംഗങ്ങളിലും ആ ഒരു സൗണ്ട് ട്രാക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നെങ്കിലും പലയിടങ്ങളിലും എവിടേക്കോ ചെറിയ ചെറിയ പാളിച്ചകൾ ഈ സിനിമയെ വെച്ച് നമുക്ക് നോക്കി പറയാൻ സാധിക്കും. പിന്നീട് നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ബേസ് ചെയ്ത് അദ്ദേഹം സൂപ്പറായി പെർഫോം ചെയ്തിട്ടുണ്ട്. നവീൻ ചന്ദ്രയെ അറിയായിരിക്കും, കാരണം അദ്ദേഹത്തിന്റെ കിട്ടാവുന്ന സിനിമയൊക്കെ തന്നെ ഇതുപോലുള്ള ഒരു റോളൊക്കെ തന്നെയാണ്. അദ്ദേഹം നല്ല രീതിയിൽ അത് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പോലീസ് ഓഫീസർ ആണ്. ബോഡി ലാംഗ്വേജസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്കറിയായിരിക്കും എങ്ങനെ ഒരു ഗൗരവത്തിൽ വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടർ ചില സീൻസുകളിലൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു പോകും. ഒരു ഹോസ്പിറ്റൽ സീൻസും ഇതിനകത്ത് ഒട്ടേറെ സീൻസുകൾ വരുന്നുണ്ട്. അതിലൊക്കെ ആ ഒരു ക്യാരക്ടർ നമുക്കത് വളരെ ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നവീൻ ചന്ദ്രയുടെ ക്യാരക്ടർ എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ നായിക ഒരു വഴിക്കും കൊള്ളാത്തൊരു നടിയായിരിക്കും. റയ എന്നാണ് നടിയുടെ പേര് കേട്ടോ. ഒരു രസമില്ല നടി. കാരണം ഒരു ആക്ടിങ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ചുമ്മാതെ ഇങ്ങനെ വെറുപ്പിക്കുന്ന സീൻസ് ഇല്ലേ, അത് തന്നെ ഒന്നുമില്ല. നായികയുമായുള്ള റൊമാൻറ്റിക് രംഗത്തും അതൊന്നും ഇതിനകത്തൊരു പ്രാധാന്യമില്ല. നിങ്ങൾ ഈ സിനിമ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെ കണ്ടന്റ് ലെവലാണ് നമ്മൾ നോക്കേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തിരക്കഥ ഉണ്ടായിരുന്നെങ്കിലും അതൊരു ശക്തമാക്കി മുന്നിലേക്ക് എത്തിക്കാൻ ലോകേഷ് അജീസിന് സാധിച്ചിട്ടില്ലതാണ് പറയാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി അടുത്തെന്തോ വരാനുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു ടെൻഡൻസിയിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും സിനിമയുടെ ലെവൽ മാറുന്നത്. കാരണം ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കാണുന്ന പ്രേക്ഷകനെ കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ഇമ്പാക്റ്റിലേക്ക് ഈ സിനിമ എത്തിക്കാൻ ലോകേഷ് അജീസിന് സാധിച്ചിട്ടില്ലാത്തതാണ് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയാൻ സാധിക്കും. സിനിമ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഗംഭീരമായ സിനിമയുടെ എനിക്ക് അനുഭവപ്പെട്ടത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷെ സിനിമയിലെ ചില സീൻസുകളൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഈ പറയുന്ന വലിയ രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ സീരിയൽ കില്ലർ സിനിമകൾ ഒരുപാട് കണ്ടു വന്നോണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നാത്തത്. ശരിക്കും സിനിമ ഓരോരുത്തർക്കും വ്യത്യസ്തമായ എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഒരു ഗംഭീരമായ സിനിമയാണ്. ഇദ്ദേഹത്തിന്റെ വേറൊരു സിനിമയും ഇപ്പം OTT സ്ട്രീം ചെയ്യുന്നുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട്. അതിന്റെ റിവ്യൂ ഉടൻ തന്നെ വരുന്നതാണ്. അതിപ്പോ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സിനിമ കണ്ടതിന് ശേഷം അത് കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും മസ്റ്റ് വാച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് കണ്ടുപോകാം. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണാം.